രാവിലെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഡ്രൈവർ നവീൻ ബാബുവിന്റെ മൃതദേഹം കാണുന്നത്. 1 മുതൽ അല്ലെങ്കിൽ 2 മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിലെ കൈകാലുകളുടെ അറ്റത്ത് രക്തം കട്ടകെട്ടും അത് ഒരു ചുവന്ന പിങ്ക് നിറത്തിലേക്ക് മാറ്റങ്ങളും സംഭവിക്കാം. എന്നാൽ വെളുത്ത ശരീരപ്രകൃതിയാണ് ഉള്ളത് എന്നതിനാൽ ഇത് ദൃശ്യമാകേണ്ടതാണ് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ. എന്നാൽ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് രക്തം കട്ട പിടിക്കാത്ത നിലയിലാണ് കണ്ടത്. ശരീരം തൂങ്ങിക്കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ തൂങ്ങുന്നതിന് മുൻപ് ശരീരം കുറേ സമയം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിലും സംഭവിക്കാം. നാക്ക് കടിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബലം പ്രയോഗിക്കുന്നത് മൂലവും ഇത് സംഭവിക്കാമെന്നതും നിർണായകമായ വിവരമാണ്. കഴുത്തിന്റെ പിൻഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയേ ഇല്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന പരോക്ഷമായ ആരോപണം തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. 55 കിലോഗ്രാം മാത്രം ഭാരമുള്ള ശരീരം തൂങ്ങിയെന്ന് പറയുന്നത് 1/2 സെന്റിമീറ്റർ കനമുള്ള ഒരു പഴയ കയറിലാണ് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. അതായത് അതുമാത്രം മതിയാകുമോ നവീൻ ബാബുവിനെ പോലെ 55 കിലോയും 160 സെന്റിമീറ്റർ പൊക്കമുള്ള അദ്ദേഹത്തിന് തൂങ്ങി മരിക്കാൻ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പ്രായോഗിക തലത്തിൽ നോക്കുന്ന സമയത്ത് പോലും ഇതിലൊന്നും തന്നെ പോലീസിന്റെ അന്വേഷണ നാൾവഴികളിൽ എവിടെയെങ്കിലും തന്നെ ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള യാതൊരു തരത്തിലുള്ള തെളിവെടുപ്പുകളും നടന്നിട്ടില്ല എന്നതും പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ നവീൻ ബാബുവിന്റെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത്. തൂങ്ങുന്ന ഒരാളുടെ ശരീരം മരവിക്കുന്നതിന് മുൻപ് മലമൂത്ര വിസർജനവും രക്തവും ഉമിനീരും ശുക്ലവും അടക്കമുള്ള സ്രവങ്ങൾ സാധാരണഗതിയിൽ പുറത്തു വരാറുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊന്നുമില്ല. അസ്വാഭാവിക മരണം ഉണ്ടാകുമ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങളും രക്തവും ഒക്കെ ശേഖരിച്ച് സംരക്ഷിക്കുന്ന പതിവുണ്ട്. എന്നാൽ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മരണസമയം സംബന്ധിച്ചും തിരിമറി നടന്നിട്ടുണ്ടെന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാദിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കുന്നില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്.